ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീഫ് കറിയാണ്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ബീഫ് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടേബിൾ സ്പൂണ് പൊടിച്ച കുരുമുളക് പൊടിയും, ഒരു മീഡിയം സവാളയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി കൈകൊണ്ട് കുഴച്ച് വെള്ളം ചേർക്കാതെ കുക്കറിൽ വേവിച്ചെടുക്കണം. നന്നായിട്ട് വേവണം. ഈ സമയം 2 മീഡിയം സവാളയും 1/2 കപ്പ് കൊച്ചുള്ളിയും ഒരു വലിയ തക്കാളിയും 4-5 പച്ചമുളകും അരിഞ്ഞ് മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് ഈ സവാളയും കൊച്ചുള്ളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണ് ക്രഷ്ഡ് കുരുമുളകും 1 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് വഴണ്ടി വരുമ്പോൾ തക്കാളിയും കൂടി ഇട്ട് വഴറ്റി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫിൻ്റെ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായി വഴറ്റിയെടുക്കുക. ആ പച്ചക്കുത്ത് മാറുമ്പോൾ അതിനുശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫും ആ വെള്ളവും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം ഇതിന് മുകളിലേക്ക് വറുത്ത് പൊടിച്ച പെരുംജീരകവും കൂടെ ഇട്ട് ആവശ്യത്തിന് ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളവും കൂടെ ഒഴിച്ച് ലോ ഫ്ലെയിമിൽ വീണ്ടും ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത് നമുക്ക് ബീഫ് കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്